അപ്പം ഞാനിപ്പോൾ ഇതിൽ നമ്മൾ മുൻപ് ഇട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൻ്റെ നോട്ടാണ് ഇട്ടുണ്ടായിരുന്നത് സ്റ്റഡിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മലയാളം നോട്ട് കിട്ടിയപ്പോൾ ഇട്ടതാണ്. അപ്പോൾ അത് മലയാളത്തിൽ എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രണ്ട് നോട്ടും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തിയോഡലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നോട്ട് എൻ്റെ ഒരു സബ്മിഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നോട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴല്ല, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്ന സമയത്ത് അതെനിക്ക് സബ്മിറ്റ് ചെയ്യും വേണം. ഇപ്പോൾ നോട്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ ഫുള്ള് അത് എഴുതിയിട്ട് അതങ്ങനെ എനിക്ക് നോട്ട് വേണമെന്നില്ല. പക്ഷേ ആ എടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ നോട്ടിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് റിവൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളത് എഴുതി പോകുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരമാണ്. അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ എടുക്കുന്ന നോട്ടുകൾ തിയോഡലൈറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റിവിഷൻ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ടുകൾ അത് നോട്ടായിട്ട് തന്നെ, അപ്പോൾ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം. അതിനാണ് ഞാനിപ്പോൾ മലയാളം നോട്ട് ഇട്ടത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നോട്ട് എനിക്ക് നിർബന്ധമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇവർ തന്നിട്ടുള്ള ഒരു ഇതിലിപ്പോൾ നമുക്ക് നോട്ട് സബ്മിഷൻ വരുന്നുണ്ട് മാർക്ക് ഇടുമ്പോൾ. അപ്പോൾ നോട്ട് എന്തായാലും വേണം. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് സമയം നിങ്ങളിത് എഴുതാൻ. ഞാൻ കുറച്ചെടുപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കുറേ വലിച്ചു വാരിയിട്ടൊന്നും എടുത്തു പോകണില്ല. അപ്പോൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ നാളെ നമ്മളൊരു ടെസ്റ്റ് പോലെ ഞാൻ എടുക്കുകയും ചെയ്യും, 1 വേർഡായിട്ട്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇടുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇടും. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നവർക്ക് അത് ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, ലൈവ് റെക്കോർഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അതോടൊപ്പം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് ആൻസർ ചെയ്തിട്ട് സമയത്തിനനുസരിച്ചിട്ട് എനിക്ക് ഇട്ട് തന്നാലും മതി, ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഇപ്പോൾ തിയോഡലൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണെങ്കിലും അപ്പോൾ നമുക്കിതിൽ ശരിക്കും സിലബസ് പ്രകാരം നമുക്കിതിൽ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ് നമുക്ക് തിയോഡലൈറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നത് സ്റ്റഡി ഓഫ് തിയോഡലൈറ്റ് ആണ്. അതായത് തിയോഡലൈറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് ആണ്. അതായത് തിയോഡലൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളതിൽ പഠിക്കുന്ന കാര്യങ്ങൾ മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും സിലബസ് പ്രകാരം നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആംഗിൾ എടുത്തിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കാനും വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കോമ്പസിൻ്റെ പർപ്പസ് നമുക്ക് ഇതിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്കിതിൽ ചോദിക്കുന്നുണ്ട്, അതായത് തിയോഡലൈറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഓരോ കഴിഞ്ഞ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ പഠിച്ച സമയത്ത് അതൊക്കെ എന്തിനാണ്, ഓരോ പർപ്പസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് തിയോഡലൈറ്റിൻ്റെ പർപ്പസ്. എന്താണ്? ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും ഒരേ സമയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത? തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത. ഹൊറിസോണ്ടൽ ആംഗിൾ മുമ്പ് നമ്മൾ അളന്നിട്ടുള്ളതാണ്. അതിനുപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും ഒരേ സമയം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ മലയാളത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് വിലങ്ങനെയും കുത്തനെയും എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമുള്ള ആംഗിളുകൾ വളരെ കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് തിയോഡലൈറ്റ് എന്നുള്ളത്. കാരണം നിങ്ങൾ ഇപ്പോൾ ഇതിലുള്ള ആൾക്കാരാകുമ്പോൾ തിയോഡലൈറ്റ് ഉപയോഗിച്ചവരാണ്, അല്ലേ? അതിൽ നമുക്ക് ഇപ്പോൾ കോമ്പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയും മിനിറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിയോഡലൈറ്റിൽ ഡിഗ്രി ഉണ്ട്, മിനിറ്റ് ഉണ്ട്, സെക്കൻഡും ഉണ്ട്. അതായത് അത്രയും ആക്യുറസി ആയിട്ട് എ വെർനിയർ ഉണ്ട്, ബി വെർനിയർ ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്കതിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയും കൃത്യത വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവേ ലൈൻ നീട്ടുക, അതുപോലെ എലിവേഷനിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക, അതുപോലെ കൃത്യത ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് ജോലികൾക്ക്, അതായത് കൂടുതൽ ആക്യുറസി വേണ്ട വർക്കുകൾ, എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക്, ഒരു റെയിൽവേ, റോഡ്,
ഇവ സർവേ ചെയ്യുന്നതിന് ടണൽ അലൈൻ ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? തിയോഡലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെറുതെ ആംഗിൾ മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല തിയോഡലൈറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് അതാണെങ്കിലും തിയോഡലൈറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. എന്തൊക്കെയാണ്? സർവേ ലൈൻസ് നീട്ടിയെടുക്കുമ്പോഴും അതുപോലെ എലിവേഷൻസ് കൊടുക്കുമ്പോൾ അതിലെ ഡിഫറൻസുകളൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ കൂടുതൽ കൃത്യത ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് അതുപോലെ റെയിൽവേ, റോഡ് ഇതൊക്കെ സർവേ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? തിയോഡലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ തിയോഡലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റ് മാനുവലാണ്. ഇനി അപ്പോൾ ഇതാണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി തിയോഡലൈറ്റ് എത്ര തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ്. ഇപ്പോൾ തിയോഡലൈറ്റ് മെയിനായിട്ട് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണെന്ന് ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും. നമ്മളത് പഠിച്ചതാണ്. ട്രാൻസിറ്റ് എന്താണ്, നോൺ ട്രാൻസിറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഡംബി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ ട്രാൻസിറ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. നമുക്കതിനെ വെർട്ടിക്കലി നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഡംബി ലെവലിൻ്റെ ടെലസ്കോപ്പിന് നമുക്ക് ഹൊറിസോണ്ടലി അല്ലേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ നമുക്കതിനൊരിക്കലും വെർട്ടിക്കലി ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിയും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടും ഒരേ സമയം നടക്കുന്ന ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, മറ്റേത് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റ് എന്താണ്? ട്രാൻസിറ്റ് തിയോഡലൈറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ഏതൊക്കെയാണ്? ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും. എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളിതിനെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്? ടെലസ്കോപ്പിൻ്റെ സ്ഥാനം മാറ്റാവുന്ന തരം തിയോഡലൈറ്റിനെയാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. വിലങ്ങനെയുള്ള ആക്സിസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടെലസ്കോപ്പ് കുത്തനെയുള്ള പ്ലെയിനിൽ പൂർണ്ണമായി, അതായത് നമുക്കതിനെ വെർട്ടിക്കലി അതായത് ഹൊറിസോണ്ടലി ആണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണമെങ്കിലും നമുക്കതിനെ എങ്ങനെ തിരിക്കാൻ പറ്റും? വെർട്ടിക്കലി നമുക്കതിനെ തിരിക്കാൻ പറ്റും. ഹൊറിസോണ്ടലിയും തിരിക്കാൻ പറ്റും, വെർട്ടിക്കലിയും തിരിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ തിരിക്കാൻ പറ്റുന്ന തിയോഡലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണ്. ടെലസ്കോപ്പിൻ്റെ സ്ഥാനം മാറ്റാൻ പറ്റാത്ത തരം തിയോഡലൈറ്റിനെയാണ് നമ്മൾ നോൺ ട്രാൻസിറ്റ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനെ സ്ഥാനം മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. അത്തരത്തിലുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തിയോഡലൈറ്റിനെ നമ്മൾ വെർണിയർ തിയോഡലൈറ്റ്, അതുപോലെ ഗ്ലാസ് ആർക്ക് തിയോഡലൈറ്റ് എന്നിങ്ങനെ നമുക്കിതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വെർണിയർ തിയോഡലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻറ്റുകളും എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വെർണിയർ തിയോഡലൈറ്റ്. വെർണിയർ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കമ്പിയൊക്കെ ഇല്ലേ, നമ്മൾ മറ്റേ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ചെറിയ കമ്പികളുടെയൊക്കെ ഡയമീറ്ററൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ടെൻസിൽ സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെർണിയർ സ്കെയിലുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം അതിൻ്റെ ഡയമീറ്ററൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ അളവുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെർണിയർ സ്കെയിലുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് വെർണിയർ എന്ന് പറയുമ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെർണിയർ തിയോഡലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു, അത്രയും ആക്യുറസി വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ തിയോഡലൈറ്റ്, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ വെർണിയർ തിയോഡലൈറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ആർക്ക് തിയോഡലൈറ്റ് എന്ന രണ്ട് രീതിയിൽ നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതായത് ഹൊറിസോണ്ടലിയും വിലങ്ങനെയും ഒക്കെ ഏത് രീതിയിൽ വന്നാലും നമുക്ക് റീഡിങ്സ് എടുക്കാനായിട്ട് പറ്റും. വെർണിയർ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കതിൽ റീഡിങ്സ് എടുക്കാനായിട്ട് പറ്റും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും ഒരേ സമയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. തിയോഡലൈറ്റിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ, നമുക്ക് വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്. ട്രാൻസിറ്റ് എന്താണ്, സ്വിങ്ങിങ് എന്താണെന്നൊക്കെ നമുക്കത് വഴിയെ നോക്കാം.
ഇനി നമുക്കതിൽ പറയുന്നത് ട്രാൻസിറ്റ് തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റിൻ്റെ പാർട്സുകൾ? ഈ പാർട്സുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കത് ചോദിക്കാറുണ്ട്. അത് കൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ച്. അതായത് ലിസ്റ്റ് ദ എനി 5 പാർട്സ് ഓഫ് തിയോഡലൈറ്റ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് തിയോഡലൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു 5 ഭാഗങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ 5 ഭാഗങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ വൺ വേർഡ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്തെന്ന് പറയുന്നത് തിയോഡലൈറ്റിൻ്റെ പാർട്സുകൾ, തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നതാണ് എന്ത്? ടെലസ്കോപ്പ്. ആദ്യം തന്നെ പറയുന്നത് ടെലസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് തിയോഡലൈറ്റിലെ ടെലസ്കോപ്പിനെ കുറിച്ച് പറയുന്നത്? തിയോഡലൈറ്റിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ ടെലസ്കോപ്പ് ഹൊറിസോണ്ടൽ ആക്സിസിൽ അല്ലെങ്കിൽ ട്രണിയൻ ആക്സിസിൽ ഇത് ഒരു സ്പിൻഡിലാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ് ഇതിൽ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ആ സ്പിൻഡിലിൻ്റെ മുകളിലാണ് ഈ മൊത്തം ഇപ്പോൾ നമ്മുടെ ഈ അച്ചുതണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അടിയിൽ നിന്ന് നമുക്ക് ആ നമ്മുടെ ട്രൈബ്രാക്കും അതുപോലെ തന്നെ ട്രിവറ്റിനും അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റ് ഇതൊക്കെ ഇരിക്കുന്നത് അതായത് സ്പിൻഡിലിൻ്റെ മുകളിലാണ് സംഭവം മൊത്തം കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഒരു അച്ചുതണ്ട് പോലെ സ്പിൻഡിലാണ് അത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റഫ് ഫിഗർ സെക്ഷൻ വ്യൂ ആണ് നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അവരതിൻ്റെ ഭാഗങ്ങളും അതിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഭാഗങ്ങളൊന്ന് ഇപ്പോൾ ചെയ്തവർക്ക് അത് ഓർമ്മയുണ്ടാവും അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം സെക്ഷൻ വ്യൂ കണ്ടിട്ട്. പക്ഷേ ഇൻസ്ട്രുമെൻ്റ് കണ്ടിട്ടുള്ളവർക്ക് പറയുമ്പോൾ ആ ഭാഗങ്ങൾ മനസ്സിലാവും. സ്പിൻഡിൽ അതുപോലെ തന്നെ അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റ് ടെലസ്കോപ്പ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിൽ പറയുന്നത് ടെലസ്കോപ്പിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത് ടെലസ്കോപ്പിന് നമുക്ക് ഇൻറ്റേർണൽ ഫോക്കസിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ഫോക്കസിങ്ങും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ ഫോക്കസിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ റീഡിങ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അതുപോലെ ഈ ടെലസ്കോപ്പിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഫോക്കസിങ് സ്ക്രൂസ് ഉണ്ട്, ഫോക്കസിങ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പാർട്ട് പറയുന്നതാണ് വെർട്ടിക്കൽ സർക്കിൾ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുള്ളതാണല്ലേ എന്ത് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? വെർട്ടിക്കൽ സർക്കിളിലാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കാൻ പറ്റും. സൈഡിലായിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? വെർട്ടിക്കൽ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്? സർക്കിൾ രൂപത്തിലുള്ളതാണ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മളതൊക്കെ റീഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ വെർട്ടിക്കൽ സർക്കിളിൻ്റെ അകത്ത് തന്നെ 2 പ്ലേറ്റുകളുണ്ട്. ആ പ്ലേറ്റിനകത്ത് 2 സ്കെയിലുകളുണ്ട്. പ്ലേറ്റ് അല്ല, 2 സ്കെയിലുകളുണ്ട് ഈ സർക്കിളിനകത്ത്. ഈ സ്കെയിലിൻ്റെ അകത്താണ് ഈ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഉള്ളത്. ഈ മെയിൻ സ്കെയിലിൽ നമ്മൾ അപ്പർ പ്ലേറ്റിലുള്ള പോലെ തന്നെ വെർനിയർ സ്കെയിലിൽ മിനിറ്റും ഡിഗ്രിയും, മെയിൻ സ്കെയിലിൽ നമ്മൾ ഡിഗ്രിയും മിനിറ്റും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പർ പ്ലേറ്റിൽ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വെർട്ടിക്കൽ സർക്കിളിലെ റീഡിങ്ങും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്ത് അത് 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ നമുക്ക് മെയിൻ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ. അപ്പോൾ ടെലസ്കോപ്പ് രണ്ടാമത് പറയുന്നത് വെർട്ടിക്കൽ സർക്കിൾ. മൂന്നാമത് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എ ഫ്രെയിം. നമുക്കറിയാം ആ ടെലസ്കോപ്പ് അതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ടെലസ്കോപ്പിൻ്റെ 2 സൈഡിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എ ഷേപ്പിലുള്ള എയർ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അത് മനസ്സിലാവില്ല, ഇത് സെക്ഷൻ വ്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എ എന്ന ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഫ്രെയിം ഉള്ളത്. ആ ഫ്രെയിമിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടെലസ്കോപ്പും വെർട്ടിക്കൽ സർക്കിളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ എ ഫ്രെയിമിൻ്റെ മുകളിലാണ്.
അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ എ ഫ്രെയിം എന്നാണ്, സ്റ്റാൻഡേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളതിനെ എ ഫ്രെയിം എന്ന് പറയാൻ കാരണം അതിനൊരു എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ, ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ ഷേപ്പാണുള്ളത്, അതുകൊണ്ടാണ് നമ്മളതിനെ എ ഫ്രെയിം എന്ന് പറയുന്നത്. അത് അപ്പർ പ്ലേറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നതും വെർനിയർ ഫ്രെയിമും സർക്കിൾ ക്ലാമ്പിൻ്റെ ആമും എ ഫ്രെയിമിൽ ബന്ധിപ്പിച്ചിരിക്കാം. അടുത്താണ് വെർനിയർ ഫ്രെയിം എന്ന് പറയുന്നത്. വെർനിയർ ഫ്രെയിം ഇതിനെ ടി ഫ്രെയിം അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്രെയിം എന്ന് നമ്മൾ പറയുന്നു. ടി രൂപത്തിലുള്ള ഫ്രെയിമിൻ്റെ കുത്തനെയുള്ള കാലിന് ക്ലിപ്പിംഗ് ആം എന്നാണ്, ആം എന്നും വിലങ്ങനെയുള്ള കാലിന് ഇൻഡെക്സ് ആം എന്നും നമ്മൾ പറയുന്നു. ക്ലിപ്പിംഗ് ആമും ഇൻഡെക്സ് ആമും. പേജ് ശരിക്കും കാണുന്നില്ലല്ലോ. ക്ലിയർ ആവണില്ലേ? ഇല്ല, മേലത്തെ 7-ാം പേജേ കാണുന്നുള്ളൂ. 118-ാം പേജ്. ഇപ്പൊ വന്നോ? ഓക്കെ, നമ്മൾ വെർനിയർ ഫ്രെയിമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. ഇൻഡെക്സ് ഫ്രെയിം അല്ലെങ്കിൽ വെർനിയർ ഫ്രെയിം. ഇത് വെർട്ടിക്കൽ സർക്കിളിന് മുൻപിലായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ടെലസ്കോപ്പ് കുത്തനെയുള്ള പ്ലെയിനിൽ തിരിക്കുമ്പോൾ വെർട്ടിക്കൽ സർക്കിൾ വെർനിയറിൽ നിന്ന് നീങ്ങി റീഡിംഗ് എടുക്കാം. ക്ലിപ്പിംഗ് ആമിൻ്റെ അടിഭാഗത്ത് ക്ലിപ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച് ഇൻഡെക്സ് ആം ചെറുതായിട്ട് തിരിക്കാം. വെർനിയറിൻ്റെ മുകളിലുള്ള ഗ്ലാസ് മാഗ്നിഫയറിലൂടെ ഗ്ലാസ്, അത് നമ്മൾ റീഡിംഗ് എടുക്കാനായിട്ട് ഉപയോഗിക്കണില്ലേ, ലെൻസ് വെച്ചിട്ടുള്ള സംഭവം, നമ്മളത് തിരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റീഡിംഗ് എടുക്കുന്നത്. അപ്പർ പ്ലേറ്റിലായാലും ലോവർ പ്ലേറ്റിലായാലും നമുക്കത് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമില്ലേ, നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ലെൻസുമായിട്ട് വെച്ചിട്ടുള്ളത്, അതാണ്. ഇൻഡെക്സിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് നീളമുള്ള ബബിൾ ട്യൂബ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിലായിട്ട് ബബിൾ ട്യൂബ് ഉണ്ട്. അതിനെ നമ്മൾ 2 ബബിൾ ട്യൂബ് ഉണ്ട്. പ്ലേറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണെങ്കിൽ പ്ലേറ്റ് ലെവൽ ട്യൂബും, വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണെങ്കിൽ ആൽറ്റിറ്റ്യൂഡ് ബബിൾ ട്യൂബും. അങ്ങനെ തന്നെയല്ലേ? അതെ. ഇതിനെ ആൽറ്റിറ്റ്യൂഡ്, വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന ബബിൾ ട്യൂബിനെ ആൽറ്റിറ്റ്യൂഡ് ബബിൾ ട്യൂബ് എന്നാണ് പറയുന്നത്. വെർനിയർ ഫ്രെയിമും ഇൻഡെക്സ് ഫ്രെയിമും. ഓക്കെ, അപ്പോൾ ടെലസ്കോപ്പ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിള്, എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 3 4-മത്തത് വെർനിയർ ഫ്രെയിം. അതിൽ തന്നെ ഇൻഡെക്സ് ഫ്രെയിമും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്രെയിം. പിന്നെ വരുന്നതാണ് ലെവലിംഗ് ഹെഡ്. ലെവലിംഗ് ഹെഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സമാന്തരമായതും ത്രികോണാകൃതിയിലുള്ളതുമായിട്ടുള്ള അപ്പർ ട്രൈബ്രാക്ക്, ലോവർ ട്രൈബ്രാക്ക് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ലെവലിംഗ് ഹെഡ്. നമ്മൾ പറഞ്ഞു ട്രിവറ്റ് ഓർ ട്രൈബ്രാക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. 2 പേരുണ്ട്, അല്ലെങ്കിൽ ലോവർ ട്രൈബ്രാക്ക് അല്ലെങ്കിൽ അപ്പർ ട്രൈബ്രാക്ക് എന്നും പറയാം, അല്ലെങ്കിൽ അടിയിലുള്ളതിനെ ട്രിവറ്റും മുകളിലുള്ളതിനെ ട്രൈബ്രാക്കും. 2 രീതിയിൽ നമുക്കതിനെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് നമുക്ക് അതിൻ്റെ സ്ക്രൂസ് വരുന്നത്, ലെവലിംഗ് സ്ക്രൂസ് വരുന്നത്. അപ്പോൾ ഈ അപ്പർ ട്രൈബ്രാക്കോ അല്ലെങ്കിൽ ലോവർ ട്രൈബ്രാക്കോ അല്ലെങ്കിൽ ട്രിവറ്റ് അല്ലെങ്കിൽ ട്രൈബ്രാക്ക്, ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ ഫൂട്ടിംഗ് സ്ക്രൂസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ അതിനെ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ആ അടിയിൽ നമ്മൾ ട്രയാങ്കിൾ പോലെ വെച്ചിട്ട് നമ്മൾ അടിയിൽ നമ്മുടെ ട്രൈപോഡായിട്ട് ടൈറ്റ് ചെയ്യുന്ന ഭാഗവും, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫൂട്ട് സ്ക്രൂ, അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ട്രൈബ്രാക്ക്. അപ്പോൾ ഇത് 3ഉം കൂടി ചേർന്നാണ്, ഇത് ട്രിവറ്റും ട്രൈബ്രാക്കും ഈ ഫൂട്ട് സ്ക്രൂവും, ഇത് 3ഉം കൂടി ചേർന്ന ഭാഗമാണ് ലെവലിംഗ് ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്. വട്ടത്തിലുള്ള ദ്വാരത്തിലൂടെ, അതുപോലെ തന്നെ നമുക്കവിടെ പ്ലംബ് ബോബ് ഇടാനുള്ള ഇതുണ്ട്. തിരിച്ച് വെക്കുന്ന അതിനകത്ത് നമുക്ക് പ്ലംബ് ബോബ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ തിയോഡലൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതല്ലെങ്കിൽ തന്നെ നമുക്ക് പ്ലമ്മറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്ററിങ് നടത്താനായിട്ട് പറ്റും. സെൻറ്ററിങ് നടത്താനാണ് നമ്മൾ പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെവലിംഗ് ഹെഡിൻ്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ ഡംബിൾ ലെവലിലൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ, ഡംബിൾ ലെവലിലാണോ നമ്മൾ ഒരു കുളത്തിട്ടിട്ട് ഉപയോഗിച്ചിരുന്നത്, അത് പ്ലെയിൻ ടേബിളിലാണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ചില തിയോഡലൈറ്റുകളിൽ. അതല്ലാത്തതിൽ നമ്മൾ പ്ലമ്മറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻറ്ററിങ് നടത്തുന്നത്. നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ല എന്നുണ്ടല്ലേ ലെവൽ ഹെഡിൽ, അത് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യണതല്ലേ, അത് ഇല്ല എന്നുണ്ട്. അപ്പോൾ അത് ചില ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ലെവൽ ഹെഡ്, ഈ പ്ലംബ് ബോബ് കൊളുത്തിടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയോഡലൈറ്റുകളിലായിരിക്കും അതുണ്ടായിരിക്കുക. കുറച്ചും കൂടി ചെറുതായിരിക്കും അത്തരത്തിലുള്ള തിയോഡലൈറ്റുകൾ. അത് നമ്മളിങ്ങനെ ലെവൽ ഹെഡ് അതിൻ്റെ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കൊളുത്ത് പോലൊരു സംഭവം ഉണ്ടാവും. അതിൽ നമ്മൾ പ്ലംബ് ബോബ് ഇട്ടിട്ടാണ് സെൻറ്ററിങ് നടത്തുക. അപ്പോൾ നമ്മൾ അതില്ലെങ്കിൽ പ്ലമ്മറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻറ്ററിങ് നടത്താം. അപ്പോൾ ലെവൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ലോവർ ട്രൈബ്രാക്ക് അല്ലെങ്കിൽ അപ്പർ ട്രൈബ്രാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രിവറ്റ് അല്ലെങ്കിൽ ട്രൈബ്രാക്ക്. ഇതിൻ്റെ നടുക്കിൽ വരുന്ന ഫുഡ് സ്ക്രൂ, ഇത് മൂന്നും കൂടി ചേർന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൽ പറയുന്നത് ഉപകരണത്തെ താങ്ങി നിർത്തുന്നതും ട്രൈപോഡിൽ ഉറപ്പിക്കുന്നതും ഈ ലെവലിംഗ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെയാണ് അതിൽ വരുന്നത് ആക്സിസുകൾ. ആക്സിസ് എന്തൊക്കെയാണ്? ഇന്നർ സ്പിൻഡിൽ അല്ലെങ്കിൽ ആക്സിസുകൾ കോണിക്കൽ സോളിഡാണ്. ഇത് ഔട്ടർ സ്പിൻഡിൽ കൃത്യമായിരിക്കും. വെർനിയർ അല്ലെങ്കിൽ അപ്പർ പ്ലേറ്റ് ഇന്നർ സ്പിൻഡിൽ ആയിരിക്കും. അതിനാൽ ഇതിനെ അപ്പർ ആക്സിസ് എന്ന് പറയുന്നു. സ്കെയിൽ അല്ലെങ്കിൽ ലോവർ പ്ലേറ്റ് ഔട്ടർ സ്പിൻഡിലായതിനാൽ ഇതിനെ ലോവർ ആക്സിസ് എന്ന് പറയുന്നു. ഇവ രണ്ടിനും ആക്സിസ് ഉപകരണത്തിൻ്റെ കോമൺ ആക്സിസ് ആയിരിക്കും. അതായത് രണ്ട് രീതിയിലാണ് നമുക്ക് ആക്സിസ് വരുന്നത്. ഒന്ന് വെർട്ടിക്കൽ ആക്സിസും വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസും വരുന്നുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ആക്സിസുകൾ വരുന്നുണ്ട്. അതായത് വെർനിയർ അല്ലെങ്കിൽ അപ്പർ പ്ലേറ്റ് ഇന്നർ സ്പിൻഡിലും ലോവർ പ്ലേറ്റ് ഔട്ടർ സ്പിൻഡിലും ആണെന്നാണ് പറയുന്നത്. ഇതിലിരിക്കുന്ന രണ്ട് പ്ലേറ്റുകളുണ്ടെന്ന് നമുക്കറിയാലോ, അപ്പർ പ്ലേറ്റും ഉണ്ട് ലോവർ പ്ലേറ്റും ഇരിക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പും ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സ്പിൻഡിലാണ്. അപ്പോൾ അതിൽ അപ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് ഇന്നർ സ്പിൻഡിലും ലോവർ പ്ലേറ്റ് ഇരിക്കുന്നത് ഔട്ടർ സ്പിൻഡിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലോവർ ആക്സിസും അപ്പർ ആക്സിസും രണ്ട് തരത്തിലുള്ള ആക്സിസുകൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി അത് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ ലോവർ പ്ലേറ്റ് എന്താണ്, അപ്പർ പ്ലേറ്റ് എന്താണെന്നുള്ളത്. ലോവർ പ്ലേറ്റ് ഔട്ടർ സ്പിൻഡിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഹൊറിസോണ്ടൽ സ്കെയിലിൽ ലോവർ പ്ലേറ്റിലായതിനാൽ ആയിരിക്കും അതിനെ സ്കെയിൽ പ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പർ പ്ലേറ്റിന് സ്കെയിൽ പ്ലേറ്റ് എന്നും പറയുന്നുണ്ട്. ഇത് ക്രമീകരിച്ച് ഉപയോഗിക്കുന്ന ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, അതിന് ടാൻജൻറ്റ് സ്ക്രൂ ഉണ്ട് അതിന്. ഇതിലാണ് ലോവർ പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് തിയോഡലൈറ്റിന് 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് പറയുന്നത്. അതായത് ലോവർ പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് തിയോഡലൈറ്റിൻ്റെ സൈസ് പറയുന്നതെന്നാണ്. 10 സെൻറ്റിമീറ്റർ ആണ് 12 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന്. അപ്പോൾ ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പിൻഡിലിൻ്റെ ഔട്ടർ സ്പിൻഡിലാണ്. ഇത് ഹൊറിസോണ്ടൽ സ്കെയിലാണ്, അതായത് ഹൊറിസോണ്ടൽ ആംഗിളാണ് നമ്മളതിൽ മെഷർ ചെയ്യുന്നത്. ലോവർ പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഔട്ടർ സ്പിൻഡിലാണ്. അതുപോലെ ഇതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആംഗിളാണ്. പിന്നെന്താണ്, ഇതിൽ നമ്മൾക്ക് സ്കെയിലുണ്ട് അല്ലേ, മെയിൻ സ്കെയിലും ഉണ്ട് വെർനിയർ സ്കെയിലും ഉണ്ട്. അപ്പോൾ നമ്മളിതിനെ സ്കെയിൽ പ്ലേറ്റ് എന്ന് നമ്മളിതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. അതുപോലെ അതായത് അപ്പർ പ്ലേറ്റിനെ ഇത് ചെയ്യാനായിട്ട് അപ്പർ പ്ലേറ്റ് ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, ലോവർ പ്ലേറ്റിനെ ചെയ്യാനായിട്ട് ലോവർ പ്ലേറ്റ് ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, ടാൻജൻറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രൂ കൂടി ഉണ്ട്. അത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ആദ്യം ബൈസെക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അത് ടൈറ്റ് ചെയ്തിട്ട് ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൂടി കറക്റ്റ് ചെയ്യാനായിട്ട് ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ
ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ലൈൻസിനെ നമുക്ക് കറക്റ്റ് റേഞ്ചിങ് റോഡായിട്ട് ബൈസെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടാൻജൻറ്റ് സ്ക്രൂവും കൂടി നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലോവർ പ്ലേറ്റിനോടൊപ്പം തന്നെ ലോവർ പ്ലേറ്റ് ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, അതുപോലെ തന്നെ ടാൻജൻറ്റ് സ്ക്രൂവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈസ്, തിയോഡലൈറ്റിൻ്റെ സൈസ് പറയുന്നത് ഈ ലോവർ പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ എന്നങ്ങനെ പറയുന്നതാണ് പറയുന്നത്. അടുത്താണ് അപ്പർ പ്ലേറ്റ്. അപ്പർ പ്ലേറ്റിനെ നമ്മൾ വെർണിയർ പ്ലേറ്റ് എന്നും പറയും. നമുക്കറിയാം. മറ്റേതിന് സ്കെയിൽ പ്ലേറ്റ്, ലോവർ പ്ലേറ്റിനെ സ്കെയിൽ പ്ലേറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ലോവർ പ്ലേറ്റിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡിഗ്രിയും മിനിറ്റും എടുക്കുന്നത് അല്ലേ. മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ ലോവറിൽ അടിയിൽ കിടക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ സ്കെയിൽ. ആ ലോവർ സ്കെയിലിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡിഗ്രിയും മിനിറ്റും നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് മെയിൻ സ്കെയിൽ. അതുകൊണ്ടാണ് അതിന് സ്കെയിൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പറിലേക്ക് വരുമ്പോൾ അപ്പർ പ്ലേറ്റിൽ അപ്പറിൽ നമ്മൾ എടുക്കുന്ന റീഡിങ് ഏതാണ്, വെർണിയർ സ്കെയിലിലെ റീഡിംഗ് ആണ് അല്ലേ. മുകളിൽ എടുക്കുന്നത് വെർണിയർ സ്കെയിലാണ്. അപ്പോൾ വെർണിയർ സ്കെയിലിലെ റീഡിങ് എടുക്കുക. അപ്പോൾ അപ്പർ പ്ലേറ്റിനെ നമ്മൾ എന്തുകൂടെ പറയുന്നുണ്ട്, വെർണിയർ പ്ലേറ്റ് എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പർ പ്ലേറ്റ് നമ്മൾ ഇന്നർ സ്പിൻഡലിലാണ് നമ്മളതിനെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോവർ പ്ലേറ്റിലെ പോലെ തന്നെ അപ്പർ പ്ലേറ്റിൽ നമുക്ക് അതിൻ്റെ അപ്പർ പ്ലേറ്റ് ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, അതുപോലെ തന്നെ ടാൻജൻറ്റ് സ്ക്രൂ ഉണ്ട്. ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ പ്ലേറ്റിന് മുകളിലാണ്. സ്റ്റാൻഡേർഡ് മീൻസ് എ ഫ്രെയിം. അതുപോലെ തന്നെ ക്ലാമ്പിംഗ് സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണല്ലേ. അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്പുറം തിരിക്കാൻ പറ്റില്ല, ലോവർ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. ലോവർ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ലോവറും നമുക്ക് തിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസാക്കുക ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസിന് അതായത് അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്രയാണ്. അപ്പോൾ ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്. പിന്നെ പ്ലേറ്റ് ലെവൽസ്. അപ്പർ പ്ലേറ്റിൽ തമ്മിൽ റൈറ്റ് ആംഗിൾ ഉള്ള 2 പ്ലേറ്റ് ലെവലുകളുണ്ട്. ഇതിൽ ഒരെണ്ണം ടെർണിയർ ആക്സിസിന് സമാന്തരമാണ്. ഫുഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് പ്ലേറ്റ് ലെവലുകൾ സെൻറ്ററിങ് നമ്മൾ ചെയ്യുന്നത്. അതായത് പ്ലേറ്റിന് മുകളിലിരിക്കുന്ന അപ്പർ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന ലെവലിലാണ് നമ്മൾ പ്ലേറ്റ് ലെവൽസ് എന്ന് നമ്മൾ പറയുന്നത്. വെർട്ടിക്കൽ സർക്കിളിന് മുകളിലിരിക്കുന്നതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ലെവൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അപ്പർ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന ലെവലിനെ നമ്മൾ പ്ലേറ്റ് ലെവൽസ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ബബിൾസിനെ സെൻറ്ററിലാക്കിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റിനെ ലെവൽ ചെയ്യുന്നത്. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽ ചെയ്യാൻ ഇതെങ്ങനെയാണ്, ലെവലിംഗ് ഹെഡിലുള്ള ഫുട്ട് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ അപ്പർ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന പ്ലേറ്റ് ലെവൽ ട്യൂബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവൽ നമ്മൾ ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ലെവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് വെർട്ടിക്കൽ സർക്കിളിന് മുകളിലിരിക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ലെവൽ ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവൽ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ട്രൈപോഡ്. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ തിയോഡലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ട്രൈപോഡിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കണം. ട്രൈപോഡിൻ്റെ 3 കാലുകളുടെ അറ്റങ്ങളിൽ കൂർത്ത സ്റ്റീൽ ഷൂകളുണ്ട് എന്നാണ്. അതായത് അതിൻ്റെ ലെഗ് എന്ന് പറയുന്നത് അടിയിൽ എന്താ പറയുക, ഗ്രൗണ്ടിലേക്ക് ഉറപ്പിച്ച് വെക്കാവുന്ന രീതിയിലുള്ള ലെഗുകളാണ് അല്ലേ. അതിൽ നല്ല കൂർത്ത ഭാഗമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചവിട്ടി ഉറപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈപോഡ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അടുത്താണ് പ്ലംബ് ബോബ്. ഉപകരണത്തിൻ്റെ ഇന്നർ ആക്സിസിലെ ഹുക്കിൽ ഒരു പ്ലംബ് ബോബ് തൂക്കിയിട്ടിരിക്കും. ഇത് ഉപയോഗിച്ചിട്ടാണ് ഉപകരണം കൃത്യമായ സ്റ്റേഷൻ മാർക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലംബ് ബോബ് ഇടാത്ത തിയോഡലൈറ്റുകളും ഉണ്ട്. അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലംമെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതാണ് കോമ്പസ്.
ചില തിയോഡലൈറ്റിൽ ട്യൂബുലർ ടൈപ്പോ അല്ലെങ്കിൽ ട്രഫ് ടൈപ്പോ രീതിയിൽ കോമ്പസ് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ചില തിയോഡലൈറ്റുകളിൽ, നമ്മുടെ തിയോഡലൈറ്റിൽ ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ, ഇല്ല. അപ്പോൾ ചില തിയോഡലൈറ്റുകളിൽ കോമ്പസ് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്കൊരു 12 ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു മിനിമം നിങ്ങളൊരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം, 5 ഭാഗങ്ങളെങ്കിലും. അതിപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്താലും മതി. അപ്പോൾ അതിലൊന്നാമത് ടെലസ്കോപ്പ്. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്ന ഭാഗങ്ങളായാലും നമുക്കതിൽ ചെയ്താൽ മതി. ഇപ്പോൾ ടെലസ്കോപ്പ് നമ്മൾ നോക്കുന്നതാണ്. അതുപോലെ വെർട്ടിക്കൽ സർക്കിൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എ ഫ്രെയിം, അതും നമുക്ക് തിയോഡലൈറ്റ് കാണുമ്പോൾ അത് കൃത്യമായിട്ട് എന്താ പറയുക, പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ലെവലിംഗ് ഹെഡ്, അതുപോലെ തന്നെ ആക്സിസ് കിട്ടിയില്ലെങ്കിൽ ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്, ലെവൽ ട്യൂബുകൾ, അതുപോലെ ട്രൈപോഡ്, പ്ലംബ് ബോബ്. അപ്പോൾ ഇതിൽ ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 5 ഭാഗമെങ്കിലും നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇതിലെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങൾ. അതിൽ ഒരു 5 ഭാഗങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം 5 എണ്ണമല്ല, ശരിക്കും 10 എണ്ണം പഠിച്ചു വെച്ചിരിക്കണം. എന്നാലും നമുക്കൊരു 5 എണ്ണമെങ്കിലും എഴുതാനായിട്ട് പറ്റുള്ളൂ. 10 ഭാഗങ്ങളെങ്കിലും നമ്മളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 5 എണ്ണം, അപ്പോൾ 10 എണ്ണം എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല. അതിനനുസരിച്ച് എന്താ പറയുക, കുറച്ചും കൂടി ആ 5 മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ 12 എണ്ണം ഉണ്ട്. അപ്പോൾ 10 എണ്ണമെങ്കിലും നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം, നോട്ടിൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അത് നമുക്ക് ഇനി പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ആംഗിൾ എടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പാർട്ടുകളും, കാരണം വൈവയ്ക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ പാർട്ടുകളൊക്കെ ചോദിക്കും. ചിലപ്പോൾ വൈവയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്തായിരിക്കാം. അതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ പ്രാക്ടിക്കലിന് വരുന്ന സമയത്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. കാരണം നമ്മളങ്ങനെ ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എടുത്തിട്ടുള്ളത് തിയോഡലൈറ്റ് എന്താണ്, അതുപോലെ തന്നെ തിയോഡലൈറ്റിൻ്റെ എത്ര ടൈപ്പ് തിയോഡലൈറ്റ് ഉണ്ട്, പിന്നെ തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങൾ, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ നോട്ട് അടുത്ത ദിവസം വേണം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ നാളെ എന്തായാലും പരീക്ഷ എടുക്കില്ല. ഞാൻ എടുക്കുന്നത് ഈ ചാപ്റ്റർ, എൻ്റെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കും കൂടിയും, ഇപ്പോൾ ഇതിൻ്റെ കമ്പോണൻസും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഒരു ടോപ്പിക്കും കൂടിയും കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്തിട്ട് എക്സാം എടുക്കും.